ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതിസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി മോരുകറിയുടെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ തക്കാളി തൈര് കറിയുടെ റെസിപ്പി എന്നൊക്കെ പറയാം. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു മോരുകറിയുടെ റെസിപ്പിയാണ്. ഫുള്ള് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ, നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. നല്ല പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മോരുകറിയാണ്. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ തക്കാളി മോരുകറിയാണ് ഇന്നിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ ഒരു തക്കാളി മോരുകറി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി ഒന്ന് കണ്ടു നോക്കുക. ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം സവാള, അതായത് കുഞ്ഞ് സവാളയുടെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കുഞ്ഞ് വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ലിറ്റർ അളവിൽ മോര് എടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്ററും പിന്നെ ലേശം കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ലൂസാക്കണം. ഇനി ഞാനിതിലേക്കൊരു 3/4 സ്പൂൺ അളവിൽ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് ഞാനത് ഉടയ്ക്കുന്നതിന് വേണ്ടതുപോലെ ഒരു വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. വിസ്ക് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഉടച്ചെടുക്കാം. മിക്സിക്കകത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസായിട്ട് പോവും. അതുകൊണ്ട് വിസ്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ആ കട്ടകളും കാര്യങ്ങളും എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതേപോലെ ഈ മോര് മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ലേശം അളവിൽ കുറച്ച് എണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി 1 സ്പൂൺ അളവിൽ കുറച്ച് കടുക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ഡ്രൈ ചില്ലിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും അതേപോലെ നമ്മുടെ ഈ 2 തക്കാളി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ലേശം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ തക്കാളിയും സവാളയൊക്കെ വഴണ്ട് വരുന്നത് വരെ നല്ല രീതിയിലിട്ട് ഇതൊന്ന് വഴറ്റണം. ആ തക്കാളിയുടെ നല്ല രീതിയിൽ ആ തക്കാളിയുടെ പുളി ഇറങ്ങുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ പുളി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വഴണ്ട് വരണം. അപ്പോഴേ അതിൻ്റെ ശരിക്കും പുളിയും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് ഇറങ്ങത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇപ്പോൾ അത്യാവശ്യം ഇത് കണ്ടോ, അത്യാവശ്യം തക്കാളി വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്യുക, 1/4 സ്പൂൺ അളവിൽ ജീരകപ്പൊടി, ഇനി 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ടോട്ടൽ മൊത്തം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. 1/4 സ്പൂൺ നമ്മൾ തൈരിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു മസാലയും കൂടെ ആ എണ്ണയിലും ഈ സവാളയിലും തക്കാളിയും ഒക്കെ ഒന്ന് അത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. ചെറുതായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. അതൊന്ന് വെന്ത് കിട്ടണം, അതായത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉലുവായും ജീരകപ്പൊടിയൊക്കെ നന്നായിട്ട് ഇപ്പം എണ്ണയിൽ കിടന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്മിലാണ് ഇപ്പോഴും ഞാൻ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഫുൾ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരിക്കലും തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, പിരിഞ്ഞു പോവും അങ്ങനെ ചെയ്താൽ. അപ്പോൾ അത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ തൈര് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യില്ല, കാരണം അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഞാനിപ്പം ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അതിന് ഉപ്പൊക്കെ ഉണ്ടോ പുളിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ തക്കാളിയുടെ പുളിയുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ
മോരുകറി ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രം മതി, നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മോരുകറിയാണ്. ഞാൻ ഇനിയിപ്പോൾ ഒരു 1/2 സ്പൂണും കൂടെ ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ മോര് അനന്ന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് പിരിഞ്ഞു പോകും. അപ്പം എപ്പോഴും നമ്മൾ കൈ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ നോക്കുമ്പം ചെറിയ രീതിയിൽ നമ്മുടെ കൈക്ക് അനപ്പ്, അതായത് ചെറിയൊരു അനപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഗ്യാസിനകത്തുനിന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഗ്യാസിൽ തന്നെ വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ ആ ചൂടടിച്ചിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അനന്ന് വരട്ടെ. അതേ നമ്മുടെ മോര് കറി ഇപ്പം ചെറിയ രീതിയിൽ അനന്ന് വന്നിട്ടുണ്ട്. അതെ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ചൂട് തട്ടും. ആ ഒരു പരുവത്തിൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ല പുളിയുണ്ട്, നല്ല അടിപൊളി മോര് കറി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ കൈക്ക് ഒരു അനപ്പ് വരുന്ന സമയത്ത് നമുക്കറിയാം ഇത് ചൂടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ തന്നെ ഗ്യാസിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കട്ടെ, അല്ല അതിനകത്തിരുന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതേ നമ്മുടെ മോര് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ മോര് കറിക്ക് കുറച്ചും കൂടെ നിറം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടതാണ്, കടുക് ഞാൻ ആദ്യം താളിച്ചതാണ്. കടുക് പൊട്ടിച്ചിട്ടാണല്ലോ നമ്മളത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു ഇതിന് കളറ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ചും കൂടെ ലേശം ഒരു 1/2 സ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ലേശം അളവിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ആ ഒരു കടുകും എണ്ണയൊക്കെ നമ്മൾ അതിനകത്ത് മൂപ്പിച്ച് കടുക് പൊട്ടിക്കുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ അതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആദ്യമേ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പൊട്ടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ടാലും മതി. അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പറായിട്ടുള്ളൊരു മോര് കറിയാണ്, ആരും ഇത് മിസ് ചെയ്യരുത്. അടിപൊളി തക്കാളി തൈര് കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു തക്കാളി മോരുകറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു ഓണം റെസിപ്പീസിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക. അത് വേറൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പം എല്ലാവരും അതേപോലെ ഓരോ ലൈക്കും ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.